ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഡിസംബർ എത്തി. വൈൻ ഉണ്ടാക്കണ്ടേ നമുക്ക്? ഈ വർഷം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും ഫാഷൻ ഫ്രൂട്ടൊക്കെ നിറയെ അവൈലബിൾ ആണ് അല്ലേ? മഴ തുടങ്ങുമ്പോഴേക്കും ഫാഷൻ ഫ്രൂട്ട് അങ്ങോട്ട് കായ്ച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കും ഉണ്ടായി കുറേ ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് ഇത് ഒരു ദിവസം കൊണ്ട് ഇത്രയും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതെടുത്ത് ഒരു കവറിലാക്കി പഴുക്കുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് തലേദിവസം എടുത്ത് തന്നെ ഞാനിത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. തലേദിവസം രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഒരു ദിവസം ഒരു ഫുൾ ഡേ പുറത്തിരുന്ന് ആ റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം മാത്രമേ നമ്മൾ വൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഭരണി, നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കത്തി, യൂസ് ചെയ്യുന്ന സ്പൂൺ അല്ലേ, ഈവൻ കയ്യിൽ പോലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത്രയും കൈ കഴുകി തുടച്ച് സ്പൂണും ഒക്കെ നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ തന്നെ ഇതിന് യൂസ് ചെയ്യണം. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിവേ പുതുതായി വൈനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വൈനിൽ ഒരു തുള്ളി വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ വൈൻ സക്സസ് ആവും. പിന്നെ ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസ്, വേറെ ഒന്നുമില്ല ഇതിൽ, സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷേ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വൈൻ റിയലി സ്പെഷ്യലാണ് അല്ലേ? അപ്പോൾ ഞാനൊരു ട്രയൽ ആൻഡ് എറർ പോലെയാണ് ഇത് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് വൈൻ ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്ത് ഉള്ള ഒരിതില്ല. അപ്പോൾ സക്സസ് ആവോ എന്നുള്ളതിനും യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ക സക്സസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 ലിറ്ററിൻ്റെ ഭരണിയാണ്. അതിലൊരു ഹാഫ് ഇല്ല കേട്ടോ, അതിനേക്കാളും താഴെയാണ് നിൽക്കുന്നത് ഉണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ബാഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊരു ബാഗിലാണല്ലോ ഇതിരിക്കുന്നത്, ആ പൾപ്പിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണു പോയാലും കുഴപ്പമൊന്നുമില്ല. കുറേശ്ശൊക്കെ അതൊക്കെ വീണു പോയിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സജഷൻസ്, ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതിൽ കാണുന്ന എല്ലാവർക്കും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവരുടെ വാല്യുബിൾ സജഷൻസ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ? അപ്പോൾ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ നേരെ പകുതി തന്നെയാണ് പഞ്ചസാര വേണ്ടത്. ഞാൻ ആക്ച്വലി ഇട്ട സമയത്ത് ഞാനിതിൻ്റെ 1/4 മാത്രമേ ഇട്ടിരുന്നുള്ളൂ. ദെൻ ഒരു 6 days 7 days ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ നോക്കിയ ശേഷം നമ്മൾ ഒരു 1/4 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ്, നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ നേർ പകുതി പഞ്ചസാര തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 7-8 കഷ്ണം ചെറിയ കഷ്ണം ഗ്രാമ്പൂവും ഒരു 7-8 കഷ്ണം പട്ടയും ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശരിക്കും സൂചി ഗോതമ്പാണ്. ഞാൻ സൂചി ഗോതമ്പ് ഇട്ടിട്ടില്ല. സൂചി ഗോതമ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാവും വൈൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ അടച്ചു വെച്ചു. ഒരു ചെറിയ തുണിയോ പേപ്പറോ യൂസ് ചെയ്ത്, കവറോ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കെട്ടി വയ്ക്കാം. ഒരു തുള്ളി പോലും എയർ കയറാത്ത രീതിയിൽ അത് കെട്ടി വയ്ക്കാം. അങ്ങനെ നമ്മൾ 21 days ആണ് ആക്ച്വലി വൈൻ ഇട്ടിരിക്കുന്നത്, കെട്ടി വെച്ചത്. അങ്ങനെ 21 days കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നോക്ക്, കണ്ടോ, നന്നായി സെറ്റായിട്ടുണ്ട്. നല്ല എല്ലാം താഴെ അടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല പ്യൂരിഫൈഡ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? കണ്ടേ നോക്ക്, ഞാൻ സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് ഇത് ശരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് അരിക്കണം കേട്ടോ. അരിക്കുമ്പോഴേക്കും കുറച്ചും കൂടി കലങ്ങും. കണ്ടോ, ഇത് നന്നായി സെറ്റായില്ലേ? അപ്പോൾ ഞാനിതിൽ ഒരു 7 days കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി. ഇതിൻ്റെ മധുരത്തിൻ്റെ കണ്ടൻറ്റ് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം വേണ്ടി വന്നു. അങ്ങനെ ഇത് നമ്മൾ ഇടുന്നതിൻ്റെ എക്സാക്റ്റ് ഹാഫ് മധുരം തന്നെ, പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും സെറ്റ് ആവുള്ളൂ. നമ്മൾ മുന്തിരിക്കൊക്കെ അങ്ങനെയാണല്ലോ, 1 കിലോ മുന്തിരി ആണെങ്കിൽ 1/2 കിലോ പഞ്ചസാര എന്നുള്ള രീതിയിലാണല്ലോ എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് കലങ്ങുമായിരിക്കും. പക്ഷേ ഒരു ദിവസം നമ്മൾ ഈ അരിച്ച വൈൻ നമ്മൾ ഒരു ദിവസം അനക്കാതെ മാറ്റി വയ്ക്കണം. അപ്പോൾ വൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചില്ലിൻ്റെ പാത്രത്തിൽ എടുക്കാൻ നോക്കുക. പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക.
അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസവും കൂടി ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. ഇതിൽ നമുക്ക് അല്ലെങ്കിൽ തെളി ഊറ്റിയെടുക്കും അല്ലേ. മുന്തിരിയുടെയൊക്കെ കേസിൽ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് എടുക്കും, അതിന് ശേഷമാണ് പിന്നെ താഴത്തത് അങ്ങോട്ട് അരിച്ചെടുക്കുക. മുകളിൽ നിന്നും അരിച്ച് മാറ്റും. പക്ഷേ ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൊത്തത്തിൽ തെളി അങ്ങോട്ട് മാറ്റിയില്ല, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് അരിച്ചെടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒരു ദിവസം അടിയാൻ വേണ്ടിയിട്ട് മൂടി മാറ്റി വയ്ക്കാം. ഇനി നാളെ വൈൻ എന്ന് പറയുന്നത് ഇതിന് ഇത്ര ദിവസം തന്നെ ഇത് ഇരിക്കണം. ആക്ച്വലി 21 days എന്ന് പറഞ്ഞാൽ 21 days തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ ആ സൂചി ഗോതമ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം ആക്ച്വലി വേണ്ടി വരില്ല. ചിലപ്പോൾ 7 days അല്ലെങ്കിൽ 14 days ഒക്കെ മതിയാവും. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 21 days വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്കിനി ഒരു ദിവസം ഒന്ന് അടിയാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അങ്ങനെ ഞാൻ കറക്റ്റ് ഒരു 24 hours ഒരു ദിവസമാണ് ഇത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നന്നായി തന്നെ ഇത് അടിഞ്ഞു അല്ലേ. അതിൻ്റെ മുകളിലുള്ള അതിൽ മിക്സായി കിടന്നിരുന്ന അതിൻ്റെ ആ ഒരു ഇതെല്ലാം പൾപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായി താഴേക്ക് അടിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ നമ്മൾ അരിച്ച് ഊറ്റിയെടുക്കണം, ഊറാൻ വേണ്ടി വെക്കുക എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നോക്കാം നല്ല സെറ്റായിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, നന്നായി തന്നെ അതിൻ്റെ തെളി കിട്ടിയിട്ടുണ്ട്. നന്നായി സൂപ്പർ വൈനാണ്. നല്ല ഇതും ഉണ്ട് അതിന്, ആ വൈൻ്റെ ആ ഒരു നല്ല ഫ്ലേവറും ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു 20-25 പാഷൻ ഫ്രൂട്ട് എടുത്തതിൽ എനിക്ക് ഏകദേശം ഒരു കുപ്പിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല റിച്ചാണ് ആക്ച്വലി. നല്ല ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഷുഗറൊക്കെ ഇഷ്യൂ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ലെവൽ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയുള്ള പാഷൻ ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല, ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ല. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.